ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പാതിവില തട്ടിപ്പു കേസിൽ സംസ്ഥാന വ്യാപക റെയ്ഡുമായി ഇഡി. മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ, ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് റെയ്ഡ്. അനന്തു കൃഷ്ണന്റെ സാമ്പത്തിക ഇടപാട് ശൃംഖലയിൽ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. തട്ടിപ്പിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നും ഇഡി പരിശോധിക്കും. രാവിലെ 8 മണി മുതലാണ് ഇഡിയുടെ സംസ്ഥാന വ്യാപക പരിശോധന ആരംഭിച്ചത്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 12 ഇടങ്ങളിലാണ് ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന്റെ ശാസ്തമംഗലത്തെ വീട്ടിലും, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ കൊച്ചി മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിലും, അനന്തു കൃഷ്ണന്റെ മൂവാറ്റുപുഴയിലെ വീട്ടിലും, NGO കോൺഫെഡറേഷന്റെ ഓഫീസിലും പരിശോധന തുടരുന്നുണ്ട്. KN ആനന്ദകുമാറിന്റെ വീടിനോട് ചേർന്നുള്ള സായിഗ്രാമം ഓഫീസിലും രാവിലെ ഇഡി ഉദ്യോഗസ്ഥരെത്തി. കൊച്ചിയിലെ ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ. അനന്തുകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാട് ശൃംഖല കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പാതിവില തട്ടിപ്പിൽ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുന്നത്. ആനന്ദകുമാറിന് തട്ടിപ്പിൽ മുഖ്യ പങ്കെന്നാണ് ഇഡിയുടെ വിലയിരുത്തൽ. അന്വേഷണത്തിന്റെ ഭാഗമായി തട്ടിപ്പിനിരയായവരുടെ മൊഴി ഇഡി രേഖപ്പെടുത്തുന്നുണ്ട്. 24 കൊച്ചി. ഇഡിയുടെ പരിശോധനയ്ക്ക് പിന്നാലെ പ്രതി അനന്തു കൃഷ്ണന്റെ കടവന്ത്രയിലെ ഓഫീസിൽ റെയ്ഡുമായി ക്രൈംബ്രാഞ്ചും. മണി ചെയിൻ മാതൃകയാണ് പരീക്ഷിച്ചതെന്നും കുറച്ചുപേർക്ക് സ്കൂട്ടറുകൾ നൽകിയ ശേഷം കൂടുതൽ പേരെ ആകർഷിക്കുകയായിരുന്നു രീതിയെന്നും പ്രതി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. കേസിൽ സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിനെതിരെ കോടതിയിൽ ശക്തമായ തെളിവുകൾ നിരത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തു കൃഷ്ണനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയത്. നിക്ഷേപങ്ങൾ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ സ്ഥാപനത്തിലായിരുന്നു. അനന്തു കൃഷ്ണന്റെ 11 അക്കൗണ്ടുകളിലൂടെ വന്ന 548 കോടി രൂപ എങ്ങനെ ചെലവഴിച്ചു എന്നതും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയാണ്. ഇന്നലെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിൽ മണി ചെയിൻ മാതൃകയിലുള്ള നിക്ഷേപം സ്വീകരിക്കലാണ് താൻ ഉദ്ദേശിച്ചതെന്ന് പ്രതിമൊഴി നൽകി. കുറച്ചുപേർക്ക് ആദ്യഘട്ടത്തിൽ സ്കൂട്ടർ നൽകിയതോടെ കൂടുതൽ പേർക്ക് വിശ്വാസമായി. ഇതാണ് താൻ ഉദ്ദേശിച്ചിരുന്നതെന്നും പ്രതിമൊഴി നൽകിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് പരിശോധന നടക്കുന്ന സാഹചര്യത്തിൽ സോഷ്യൽ ബി വെഞ്ചേഴ്സിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി സംഘം മടങ്ങിപ്പോയിരുന്നു. കേസിൽ NGO കോൺഫെഡറേഷൻ ചെയർമാൻ KN ആനന്ദകുമാറിനെതിരെ കോടതിയിൽ ശക്തമായ തെളിവുകൾ നിരത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർക്കാനും വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കാനും ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുകയാണ്. പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിയാൽ KN ആനന്ദകുമാറിനുടൻ അറസ്റ്റ് ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ആനന്ദ് കുമാറാണ് തട്ടിപ്പിന് പിന്നിലെ മുഖ്യ ആസൂത്രകൻ എന്ന വിവരവും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിക്കും. ഇന്ന് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുന്ന അനന്തു കൃഷ്ണനെ നാളെ രാവിലെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. AS അഭിജിത്തിനൊപ്പം S ശ്യാംകുമാർ, 24 കൊച്ചി. പാതിവില തട്ടിപ്പ് കേസിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ പ്രതി ചേർത്തതിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. സാധാരണ വ്യക്തിയെ പ്രതി ചേർക്കുന്നത് പോലെയല്ല ഭരണഘടനാ പദവി വഹിച്ച ആളിനെ പ്രതി ചേർക്കുമ്പോഴെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഹർജി നിലനിൽക്കില്ലെന്നും മനസ്സർപ്പിച്ചാണ് കേസ് എടുത്തത് എന്നുമാണ് പോലീസിനു വേണ്ടി സർക്കാരിന്റെ മറുപടി. പാതിവില തട്ടിപ്പ് കേസിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ പ്രതി ചേർത്തതിലാണ് ആശങ്കയും വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം അഭിഭാഷകർ നൽകിയ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി വിമർശനം. ഭരണഘടനാ പദവി വഹിച്ച ആളുകളെ വാർത്താ ഹൈപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രതി ചേർക്കരുത്. സാധാരണ വ്യക്തിയെ പ്രതി ചേർക്കുന്നത് പോലെയല്ല ഭരണഘടനാ പദവി വഹിച്ച ആളെ പ്രതി ചേർക്കുന്നത്. ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാനത് കാരണമാകുമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഭരണഘടനാ പദവി വഹിച്ച വ്യക്തിയെ പ്രതി ചേർക്കുമ്പോൾ വസ്തുതകളും സാഹചര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. തെളിവുകളുണ്ടെങ്കിൽ അറിയിക്കൂവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം ഹർജി നിലനിൽക്കില്ലെന്നായിരുന്നു സർക്കാരിന്റെ വാദം. മനസ്സർപ്പിച്ചു തന്നെയാണ് കേസെടുത്തതെന്ന് പോലീസിനു വേണ്ടി സർക്കാർ മറുപടി നൽകി. സർക്കാരിന്റെ വിശദീകരണം തേടിയ കോടതി ഹർജി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കാനായി മാറ്റി. പോലീസിന്റെ അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമായാണ് റിട്ടയർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർക്കെതിരായ കേസെന്നും ജുഡീഷ്യറിയിലുള്ള വിശ്വാസം തകർക്കാനുള്ള ഗൂഢശ്രമമാണ് ഇതിന് പിന്നിലെന്നും ഹർജിക്കാർ വാദിച്ചു. പാതിവില തട്ടിപ്പ് കേസിൽ പെരിന്തൽമണ്ണ പോലീസാണ് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ 3ാം പ്രതിയാക്കി കേസെടുത്തത്. 24 കൊച്ചി. ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട്. പാതിവില തട്ടിപ്പിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയും PAയും നേരിട്ടാണ് ഇടപെട്ടതെന്ന് പാലക്കാട് DCC ജനറൽ സെക്രട്ടറി സുമേഷ് അച്യുതൻ. മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പ്രേംകുമാർ നേരിട്ട് പണം കൈപ്പറ്റി. മന്ത്രിസ്ഥാനം രാജിവെച്ച് K കൃഷ്ണൻകുട്ടി അന്വേഷണത്തിന് തയ്യാറാകണം. കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. മന്ത്രി കൃഷ്ണൻകുട്ടി സഹായിക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അത് ഞാൻ പിൻവലിക്കുകയാണ്. അദ്ദേഹം സഹായിക്കുകയല്ല,
ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ തലവൻ അദ്ദേഹമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയണം. മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയ പ്രേംകുമാറിൻ്റെ പേരിലാണ് ആ വീട്, ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വീട്. മന്ത്രി എന്ന പദവി രാജിവെച്ച് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാവണം. ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ നേരിട്ടത് ക്രൂരപീഡനമെന്ന വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. ബെൽറ്റ് കൊണ്ട് മുഖത്തടിച്ചെന്നും SFI യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നും 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി ബിൻസ് ജോസ് 24നോട് പറഞ്ഞു. സംഭവത്തിൽ 7 3ാം വർഷ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഞാൻ എൻ്റെ കൂട്ടരെ അഭിഷേകം കൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് അടിക്കുമായിരുന്നു. ആ അടിയുടെ ഇടയ്ക്ക് അഭിഷേക് അങ്ങ് പ്രിൻസിപ്പൽ ഓഫീസിൽ ഓടി കയറി. അപ്പോൾ ഞാൻ മാത്രമായപ്പോൾ എന്നെ മാത്രമായിട്ട് അവിടെ കുറേ അടിച്ച്, മുളയൊക്കെ എടുത്ത് എൻ്റെ തലയിലടിച്ച്, പിന്നെ ബെൽറ്റൊക്കെ ഊരി എൻ്റെ ഇവിടെ മുഖത്തൊക്കെ അടിച്ച് കുറേ ഇടിയന്ന്, നെഞ്ചിലും മുഖത്തും തലയിലൊക്കെ കുറേ ഇടിയന്ന്. ഇതിലും ക്രൂരമായ പീഡനമാണ് ബിൻസ് ജോസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പ്രകോപനമില്ലാതെ ക്രൂരമായി മർദ്ദിച്ചതാണ് ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിലും നൽകിയ പരാതി. SFI പ്രവർത്തകരായ സീനിയർ വിദ്യാർത്ഥികൾ യൂണിറ്റ് റൂമിലെത്തിച്ചു മർദ്ദിച്ചു. അരമണിക്കൂറോളം മുട്ടുകുത്തി നിർത്തി. തലയിലും കഴുത്തിലും മർദ്ദിച്ചു. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയിട്ട് വെള്ളം നൽകി. ഷർട്ട് വലിച്ചു കീറിയെന്നും സുഹൃത്ത് മർദ്ദിച്ചുവെന്ന് പറയാൻ ഭീഷണിപ്പെടുത്തിയെന്നും ബിൻസ് ജോസ്. SFIയുടെ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് മുട്ടുകുത്തി നിൽക്കാൻ, മുട്ടുകുത്തി നിന്നില്ലെങ്കിൽ മുട്ടുകാൽ തല്ലിയൊടിക്കുന്നു പറഞ്ഞ് മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പ് എടുത്ത് കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വെള്ളം കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് തന്നില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു പെട്ടെന്നൊരു ചേട്ടൻ കൊണ്ട് തന്നപ്പോൾ ഫുൾ ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ ഫുൾ ബോട്ടിൽ നിന്ന് പകുതി വെള്ളം കളഞ്ഞിട്ട് 3/4 ഭാഗം കളഞ്ഞിട്ട് ബാക്കി വാണ്ടെടുത്തിട്ട് തുപ്പി ഒഴിക്കുകയായിരുന്നു. ലാസ്റ്റ് ഒരു അടപ്പിൻ്റെ അത്രയാണ് തുപ്പിയ വെള്ളം കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് എനിക്ക് കുടിക്കാൻ കൊണ്ട് തന്നത്. പരാതിയിൽ അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് സെൽ റാഗിംഗ് നടന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സീനിയർ വിദ്യാർത്ഥികളായ വേലു, പ്രിൻസ്, അനന്തൻ, പാർത്തൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് കഴക്കൂട്ടം പോലീസിന്റെ തീരുമാനം. റാഗിംഗിൽ പ്രതിഷേധിച്ച് KSU കാര്യവട്ടം കോളേജിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. 24 തിരുവനന്തപുരം. കോഴിക്കോട് പയ്യോളിയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിയുടെ കർണപടം തകർന്നു. വിഷയത്തിൽ പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്ന് കുട്ടിയുടെ കുടുംബം കുറ്റപ്പെടുത്തി. ഫുട്ബോൾ താരമായ വിദ്യാർത്ഥി പരിശീലനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത്. 2 ആഴ്ച മുമ്പ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഗുരുതര പരുക്കേറ്റ വിദ്യാർത്ഥി ചികിത്സയിലാണ്. എൻ്റെ പേര് സ്കൂളിൽ ചോദിച്ചു. എന്നെ പിടിച്ചുകൊണ്ടടിച്ച തലക്കും ബാക്കിലും മുഖത്തൊക്കെ അടിയിട്ട് ഫുള്ള് ഷർട്ട് കുത്തൊക്കെ ചെയ്തു. ചെവി അടഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വേദനയുണ്ട്. പോലീസിൽ പരാതി നൽകിയെങ്കിലും ആദ്യം നടപടിയുണ്ടായില്ലെന്ന് മാതാവ് 24നോട്. അവർ പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, കുട്ടികളാന്ന്. ഞാൻ ചോദിച്ചു, സാറേ ഇത് ഇത്രയും വലിയൊരു അടിയല്ലേ, കുട്ടികളായാൽ അതിനുള്ളൊരു നീതി നമുക്ക് വേണ്ടേ എന്നപ്പം പറഞ്ഞ് അതങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല, നിങ്ങൾ പറയും പോലെ നമുക്ക് വേറെയും പല കേസുകളുണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പം 13-ാം തീയതി വരെ നമ്മൾ കാത്ത് അതിനുശേഷം SP സാറെ കാണാൻ പോയാലാണ് കേസാക്കിയത്. പോലീസുകാർ പറഞ്ഞത് നിങ്ങൾ അഡ്രസ്സും തരണം, നിങ്ങൾ ഫോൺ നമ്പർ തരണം, ഞാൻ അന്വേഷിക്കണമെങ്കിൽ പയ്യോളി എന്ന് പറഞ്ഞത്. ആ സ്റ്റേഷൻ്റെ ചുറ്റുപാടുള്ള കുട്ടികളായത് സ്കൂളിൻ്റെ. അപ്പോൾ അവർ പറഞ്ഞ് നമ്മളോട് അഡ്രസ്സും ഫോൺ നമ്പറും കൊടുക്കുക, ഒരിക്കൽ അന്വേഷിക്കണമെന്നില്ല, അങ്ങനെ പറഞ്ഞത്. 3 മാസം അല്ല 6 മാസം റെസ്റ്റ് പറഞ്ഞിക്ക്, പൊടി പാറരുത് അങ്ങനെയല്ല പറഞ്ഞത്. അമഞ്ഞാന്ന് തല കറങ്ങിക്ക്. 2 സ്കൂളുകളിലെയും കുട്ടികൾ തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് അക്രമം. 24 കോഴിക്കോട്. മകന്റെ മരണത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിച്ചില്ലെന്ന് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച JS സിദ്ധാർത്ഥന്റെ കുടുംബം. കോടതി ഉത്തരവിലാണ് പ്രതീക്ഷ എന്നും കോളേജിന്റെ ഭാഗത്തു നിന്ന് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നും അമ്മ ഷീബ 24നോട് പറഞ്ഞു. 2024 ഫെബ്രുവരി 18-നാണ് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾ തകിടം മറിച്ച സിദ്ധാർത്ഥന്റെ മരണവാർത്ത വരുന്നത്. തൂങ്ങിമരണം എന്ന വിധിയെഴുതിയ കേസ് പിന്നാലെ വഴിമാറിയത് ക്രൂര റാഗിങ്ങിലേക്ക്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിൽ നിന്നും നീതി ലഭിച്ചില്ല. കോടതി ഉത്തരവിലാണ് പ്രതീക്ഷയെന്നും അമ്മ ഷീബ 24നോട്. അതിൻ്റെ ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു വിധി വന്നിട്ടില്ലല്ലോ, അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ്. അതുവരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് തുടക്കം മുതലേ ഒരു നീതിയും കിട്ടിയിട്ടില്ല. ഞങ്ങൾ കോടതി വിധിയെ വിശ്വസിച്ച് നീങ്ങുകയാണ്.
നീതിക്കായുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ലെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ്. ഇപ്പോൾ പറയുന്ന നീതി ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നില്ല. കാര്യം കോടതിയിലെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസാണ്. ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതല്ല മറിച്ചാണെങ്കിൽ വീണ്ടും ആ നീതിക്ക് വേണ്ടി ഞാൻ പോരാടും. ഞാൻ ആരെയും കുറ്റം പറയില്ല, ആരെയും എതിർക്കില്ല, ഞാൻ ആരെയും ഒന്നും പറയില്ല. പക്ഷേ നീതിക്ക് വേണ്ടി ഞാൻ വീണ്ടും പോരാടും. കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് 100% ഉറപ്പുണ്ട് ഇതൊരു ആത്മഹത്യ അല്ല എന്ന്. സിദ്ധാർത്ഥന്റെ പിതാവും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവർ ഉൾപ്പെടെയുള്ളവരും സിദ്ധാർത്ഥന്റെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. സിദ്ധാർത്ഥൻ മരിച്ച് 1 വർഷം പിന്നിടുമ്പോഴും CBI അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 24 തിരുവനന്തപുരം. റാഗിംഗ് കേസുകളെല്ലാം SFIയുടെ തലയിൽ കെട്ടിവെക്കാതെ കാര്യങ്ങൾ വിലയിരുത്തണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. രാഷ്ട്രീയമില്ലാത്ത കോളേജിലെ റാഗിങ്ങിലും SFI പഴികേട്ടു. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിങ്ങിൽ ആന്റി റാഗിംഗ് സെല്ല് ശക്തമായി ഇടപെട്ടുവെന്നും മന്ത്രി പറഞ്ഞു. TP ശ്രീനിവാസനെ തല്ലിയത് ന്യായീകരിച്ച SFI നേതാവ് PM ആർഷോയുടെ നിലപാട് മന്ത്രി തള്ളി. ഇപ്പോൾ ഇന്നലെ നടന്ന ഈ സംഭവത്തിലും ആന്റി റാഗിംഗ് സെൽ ഉടനടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. SFI ഒന്നും ഇല്ലാത്ത, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത ക്യാമ്പസിൽ നടന്നപ്പോഴും അത് SFI ആണെന്ന് പ്രചരിപ്പിക്കുന്നത് കേട്ടു. അത് വസ്തുതാപരമായിട്ട് പരിശോധിക്കണം, അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയുടെ തലയിൽ കെട്ടിവെക്കുകയല്ല. തുടർച്ചയായി ഉണ്ടാകുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യയ്ക്കും കോട്ടയത്തെ റാഗിങ്ങിനും പിന്നാലെ നഴ്സിംഗ് കൗൺസിൽ വീഴ്ച തുറന്ന് സമ്മതിച്ച് കൗൺസിൽ അംഗം ബീന ബി. കഴിഞ്ഞ വർഷം ജൂലൈക്ക് ശേഷം നഴ്സിംഗ് കോളേജുകളിലും സ്കൂളുകളിലും കാര്യമായ പരിശോധനകൾ നടക്കുന്നില്ല. 3 മാസത്തിനിടെ 4 വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്തിട്ടും ഒരു കേസിൽ മാത്രമേ കൗൺസിൽ പരിശോധന നടത്തിയിട്ടുള്ളൂ എന്ന് ബീന 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ വർഷം നവംബറിൽ കണ്ണൂർ ലോഡ്സിൽ ആൻമരിയ, പത്തനംതിട്ട SMVയിൽ അമ്മു സജീവ്, കോഴിക്കോട് കോളേജ് ഓഫ് നഴ്സിംഗിൽ ലക്ഷ്മി രാധാകൃഷ്ണൻ. കഴിഞ്ഞ 3 മാസത്തിനിടെ ആത്മഹത്യ ചെയ്ത നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇവർ. ഇതിനു പിന്നാലെയാണ് കോട്ടയത്തെ ക്രൂര റാഗിങ്ങും പുറത്തു വന്നത്. നഴ്സിംഗ് സ്ഥാപനങ്ങളിൽ എല്ലാ വർഷവും നഴ്സിംഗ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൃത്യമായി പരിശോധനകൾ നടത്താറുണ്ട്. എന്നാൽ ഈ അക്കാദമിക് വർഷം 274 സ്ഥാപനങ്ങളിൽ ആകെ പരിശോധന നടത്തിയത് 50ഓളം സ്ഥാപനങ്ങളിൽ മാത്രം. 2024-25 ഇൻസ്പെക്ഷൻ നടന്നിട്ടില്ല. ഏകദേശം 46 കോളേജുകളുടെ എങ്ങാണ്ട് ഇൻസ്പെക്ഷൻ നടന്നിട്ടുള്ളൂ. അതിനകത്ത് തന്നെ അത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത കോളേജുകളും ഉണ്ട്, എൻഹാൻസ്മെൻ്റ് ഉള്ള കോളേജുകളും ഉണ്ട്. ബോർഡ് മെമ്പർ ഇല്ലാതെ 2 ടീച്ചേഴ്സായിട്ട് ഇൻസ്പെക്ഷൻ നടത്തണമെന്ന് പറഞ്ഞു. അത് പല പ്രാവശ്യം രജിസ്ട്രാറോട് പറഞ്ഞതിന് ശേഷം രജിസ്ട്രാർ ഈ ഇൻസ്പെക്ഷൻ നടത്താനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പരിശോധനകൾ നടത്തുമ്പോൾ കുട്ടികളുടെ അഭിപ്രായങ്ങളും പരാതികളും രേഖപ്പെടുത്തി പോന്നിരുന്നു. ഇപ്പോൾ അതും നിലച്ചു. ഇൻ്ററാക്ഷൻ റിപ്പോർട്ടെന്നും പറഞ്ഞൊരു പേജുണ്ട്. ആ പേജിനകത്ത് കുട്ടികൾ പറയുന്ന അഭിപ്രായങ്ങളും പ്രസക്തമായ കാര്യങ്ങൾ എഴുതിക്കൊണ്ടുവന്ന് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ പ്രിൻസിപ്പാളന്മാരെ വിളിച്ചു വരുത്തി പരിഹരിക്കപ്പെടുന്ന, കുട്ടികൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതായി പറയാനായിട്ട്. 3 കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയും ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്ത 4 കോളേജുകളിൽ ഒരു കോളേജിൽ മാത്രമാണ് നഴ്സിംഗ് കൗൺസിൽ നേരിട്ട് പരിശോധന നടത്തിയത്. അതൊക്കെ കൗൺസിൽ കൂടിയപ്പോൾ അന്വേഷണം, ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം, ആരെങ്കിലും പോയി ഇൻസ്പെക്ഷൻ നടത്തണോ എന്ന് പറഞ്ഞിട്ട് അതിലൊരു കോളേജ് എങ്ങാണ്ടേ നടത്തിയിട്ടുള്ളൂ, ബാക്കി 4 നടത്തിയിട്ടില്ല. നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാർക്കെതിരെ അംഗങ്ങൾ നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനർനിർമ്മാണത്തിനായുള്ള കേന്ദ്ര വായ്പയുടെ വിനിയോഗത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെടുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പദ്ധതി തുടങ്ങുന്നതിനാണ് ആദ്യ പരിഗണനയെന്നും മന്ത്രി വ്യക്തമാക്കി. ടൗൺഷിപ്പുകളിലെ വീടിന്റെ നിർമ്മാണ ചെലവ് പുനഃപരിശോധിക്കാൻ കൺസൾട്ടന്റായ കിഫ്കോണിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. നിബന്ധനകൾ എന്തുതന്നെയായാലും വയനാട് പുനർനിർമ്മാണത്തിനായി ലഭിച്ച കേന്ദ്ര വായ്പ ഉപയോഗിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. കേന്ദ്രം അംഗീകരിച്ച 16 പ്രൊജക്ടുകളുടെയും നിർവഹണ വകുപ്പുകൾക്ക് പണം കൈമാറുന്ന ഡെപ്പോസിറ്റ് സ്കീം വഴി ഈ സാമ്പത്തിക വർഷം തന്നെ പണം ചെലവഴിക്കുന്ന നിബന്ധന മറികടക്കാനാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത യോഗത്തിലെ ധാരണ. എന്തായാലും അല്പം സമയം കൂട്ടി ചോദിക്കുക എന്നുള്ളത് സാധാരണഗതിയിലുള്ള പ്രക്രിയയാണ്. എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉന്നതതല യോഗമെല്ലാം ചേർന്നിട്ടുണ്ട്. വായ്പയാണ് നമ്മൾ എടുത്തേക്കുന്നത്, അല്ലാതെ ഗ്രാൻഡ് അല്ല. വായ്പയാണെങ്കിലും അത് ചെലവാക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ബാക്കി കാര്യങ്ങൾ സ്പീഡിൽ ചെയ്യാനുള്ള നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുണഭോക്തൃ പട്ടികയുടെ 2ാം ഘട്ടം ഉടൻ പ്രസിദ്ധീകരിക്കും. അപകട മേഖലയിലെ താമസക്കാരാണ് 2ാം ഘട്ട പട്ടികയിൽ ഉണ്ടാകുക. ഗുണഭോക്തൃ പട്ടികയിലുള്ളവരോട് ടൗൺഷിപ്പിൽ താമസിക്കാനുള്ള താല്പര്യം ചോദിക്കാനും തീരുമാനിച്ചു. കെട്ടിടങ്ങൾക്ക് ചിലവാകുന്ന തുക പുനഃപരിശോധിക്കാൻ പുനരധിവാസത്തിന്റെ കൺസൾട്ടന്റായ കിഫ്കോണിനോട് ആവശ്യപ്പെടാനും ഇന്നലെ ചേർന്ന ഉന്നത യോഗം തീരുമാനിച്ചു. ഓരോ യൂണിറ്റിനുമുള്ള തുക കൂടിപ്പോയെന്ന വിമർശനം സ്പോൺസർമാരും പ്രതിപക്ഷവും ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുനഃപരിശോധിക്കാൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചത്.
24 തിരുവനന്തപുരം. ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചതെങ്കിലും 2 ദിവസത്തേക്കാണ് കോടതി അനുമതി നൽകിയത്. പ്രതിയെ വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കുന്നതിനും വിശദമായി ചോദ്യം ചെയ്യുന്നതിനും 5 ദിവസം സമയം വേണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്നാൽ 2 ദിവസത്തെ കസ്റ്റഡി കാലാവധി അനുവദിച്ച കോടതി 20 രാവിലെ 10 മണിക്ക് പ്രതിയെ തിരികെ കോടതിയിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചു. പ്രതി മോഷണശേഷം ബൈക്കിൽ സഞ്ചരിച്ച വഴികളിലൂടെയും പ്രതി ധരിച്ചിരുന്ന മാസ്കും കയ്യുറകളും കത്തിച്ചു കളഞ്ഞ സ്ഥലത്തും ഉൾപ്പെടെ എത്തിച്ച തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. മോഷണത്തിന് പ്രതി ഉപയോഗിച്ച സ്കൂട്ടറിന്റെ നമ്പറുകൾ വ്യാജമാണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ നമ്പർ പ്ലേറ്റ് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നതാണ് പ്രതിയുടെ മൊഴി. നമ്പർ പ്ലേറ്റ് കണ്ടെടുക്കേണ്ടതും കേസിൽ നിർണായകമാണ്. ബാഹ്യസഹായം എന്തെങ്കിലും പ്രതിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെ കണ്ടെത്താൻ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. 24 തൃശൂർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച കേരള കേഡർ IAS ഉദ്യോഗസ്ഥൻ ഗ്യാനേഷ് കുമാർ നാളെ ചുമതലയേൽക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിൽ കോൺഗ്രസ് പ്രതിഷേധം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിമർശിച്ചു. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിലാണ് പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാറിനെ നിയമിച്ചത്. ഡോക്ടർ വിവേക് ജോഷിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായും നിയമിച്ചു. രാഹുൽ ഗാന്ധിയുടെ വിയോജിപ്പ് തള്ളിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുൾപ്പെട്ട സമിതി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുത്തത്. സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കേന്ദ്രം ഒഴിവാക്കിയത് നേരത്തെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനെതിരായ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കെയാണ് നിയമനം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ യോഗത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന വാദങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്ന് തെളിയിക്കുന്നതാണ് നടപടിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആക്കാനുള്ള ശ്രമമാണിതെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പ്രധാനമന്ത്രിയോടും ലീഡർ ഓഫ് ഓപ്പോസിഷനോടൊപ്പം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൂടി ഉണ്ടായാൽ ആ കമ്മിറ്റി സെലക്ട് ചെയ്യുന്ന ആൾ നിഷ്പക്ഷമായിട്ടും നീതിപൂർവമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അത് പ്രഖ്യാപിച്ചത്. 1988 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് ഗ്യാനേഷ് കുമാർ. കേരള ഹൌസ് പ്രസിഡന്റ് കമ്മീഷണറായിരിക്കെയാണ് കേന്ദ്ര സർവീസിലേക്ക് മാറുന്നത്. ജമ്മുകശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ ബിൽ തയ്യാറാക്കിയത് ഗ്യാനേഷ് കുമാർ ആഭ്യന്തര മന്ത്രാലയത്തിൽ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കെയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി രേഖകളും ഗ്യാനേഷ് കുമാർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 24 ഡൽഹി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അപകടത്തിൽ റെയിൽവേയെ തള്ളി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. അനൗൺസ്മെന്റിലൂടെ ഉണ്ടായ ആശയക്കുഴപ്പമാണ് അപകടത്തിനിടയാക്കിയത് എന്നാണ് RPFന്റെ വാദം. കൂടുതൽ ടിക്കറ്റുകൾ വിൽക്കരുത് എന്ന് സ്റ്റേഷൻ ഡയറക്ടറോട് ആവശ്യപ്പെട്ടിരുന്നതായും RPFന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 18 പേരുടെ മരണത്തിനിടയാക്കിയ തിക്കിനും തിരക്കിനും കാരണം റെയിൽവേയുടെ അറിയിപ്പുകൾ ഉണ്ടാക്കിയ ആശയക്കുഴപ്പമാണെന്ന പോലീസ് റിപ്പോർട്ട് ശരിവയ്ക്കുകയാണ് RPFും. ശനിയാഴ്ച രാത്രി 8:45 കുംഭമേള പ്രത്യേക ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 12 നിന്നും പുറപ്പെടുമെന്ന് അറിയിപ്പ് നൽകി. കുറച്ചു സമയത്തിനു ശേഷം കുംഭമേള സ്പെഷ്യൽ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 16 നിന്നും പുറപ്പെടുമെന്ന ഒരു അറിയിപ്പ് വന്നു. പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്ന നടപ്പാതകളിലെ തിരക്ക് നിയന്ത്രിക്കാൻ RPF ശ്രമിക്കുന്നതിനിടെ വന്ന ഈ അറിയിപ്പ് ആശയക്കുഴപ്പമുണ്ടാക്കുകയും ആളുകൾ നടപ്പാതയിലേക്ക് ഇരച്ചെത്താൻ കാരണമാവുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. തിരക്ക് വർദ്ധിച്ചതോടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സെക്യൂരിറ്റി കമ്മീഷണർ ജാഗ്രതാ നിർദ്ദേശം നൽകി. കൂടുതൽ ടിക്കറ്റുകൾ വിൽക്കരുതെന്ന് സ്റ്റേഷൻ ഡയറക്ടറോട് ആവശ്യപ്പെട്ടുവെന്നും RPFന്റെ റിപ്പോർട്ടിൽ പറയുന്നു. RPF ഉദ്യോഗസ്ഥൻ ഡൽഹി സോണിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അപകടവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ റെയിൽവേ ആവശ്യപ്പെട്ടിരുന്നു. എല്ലാ വിഭാഗങ്ങളും സമർപ്പിച്ച റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാകും റെയിൽവേ നിയോഗിച്ച ഉന്നതതല സമിതി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. 24 ഡൽഹി. ഇലോൺ മസ്കിന്റെ ടെസ്ല ഇന്ത്യൻ വിപണിയിലേക്ക്. വിവിധ തസ്തികകളിലേക്ക് നിയമന ഒഴിവുകൾ അറിയിച്ച് കമ്പനി അപേക്ഷ ക്ഷണിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അമേരിക്കയിൽ ഇലോൺ മസ്ക് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് 13 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ടെസ്ല ഇന്ത്യയിലേക്ക് എത്തുമെന്ന് മുൻപ് നിരവധി തവണ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. എന്നാൽ പലവിധ തടസ്സങ്ങൾ. വിദേശ നിർമ്മിത ആഡംബര ഇലക്ട്രിക് വാഹനത്തിന് ഇന്ത്യയിലുള്ള ഉയർന്ന കസ്റ്റംസ് തീരുവയായിരുന്നു പ്രധാന തടസ്സം. ഇന്ത്യൻ അധികൃതരുമായി ടെസ്ല കമ്പനി മേധാവികൾ നടത്തിയ ചർച്ചകളും ഫലം കണ്ടിരുന്നില്ല. എന്നാൽ കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് പിന്നാലെയാണ് തസ്തികകളിലേക്ക് ടെസ്ല അപേക്ഷ ക്ഷണിച്ചത്.
110% ഉണ്ടായിരുന്ന കസ്റ്റംസ് തീരുവ 70% കുറച്ചതും നിർണായകമായി. ലിങ്ക്ഡിൻ പേജിലൂടെയാണ് ടെസ്ല നിയമന വിവരങ്ങൾ പുറത്തുവിട്ടത്. ഡൽഹിയിലും മുംബൈയിലും 13 തസ്തികകളിലേക്കാണ് നിയമനം. ടെക്നീഷ്യൻ, സ്റ്റോർ മാനേജർ, സെയിൽസ് എന്നിവയുൾപ്പെടെയുള്ള തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കാൻ പദ്ധതിയിടുന്നതിന്റെ മുന്നൊരുക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് 24. ഇലോൺ മസ്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ XAIയുടെ ചാറ്റ് ബോട്ടായ ഗ്രോക്ക് 3 പുറത്തിറങ്ങി. ഭൂമിയിലെ ഏറ്റവും സ്മാർട്ടായ AI എന്ന വിശേഷണത്തോടെയാണ് ഗ്രോക്ക് 3 അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഗ്രോക്ക് 3 പുറത്തിറങ്ങിയത്. ചാറ്റ് GPTയോടും ഡീപ് സീക്കിനോടും ജെമിനയോടുമാണ് ഗ്രോക്ക് 3യുടെ മത്സരം. ഗ്രോക്ക് 3യുടെ സവിശേഷതകൾ വർണ്ണിച്ചുകൊണ്ടുള്ള ലൈവ് ഡെമോയും നടന്നു. റീസണിംഗിലും കോഡിംഗിലും പ്രോബ്ലം സോൾവിംഗിലും എല്ലാം ഡീപ് സീക്കിനേക്കാളും ജെമിനയേക്കാളും ചാറ്റ് GPTയേക്കാളും മികച്ചതാണ് ഗ്രോക്ക് 3 എന്ന് എലോൺ മസ്ക് അവകാശപ്പെട്ടു. ഡീപ് സെർച്ച്, തിങ്ക്, ബിഗ് ബ്രെയിൻ എന്നിങ്ങനെ 3 AI വിഭാഗങ്ങളാണ് ഗ്രോക്ക് 3യിലുള്ളത്. വോയിസ് ഇന്ററാക്ഷൻ ഫീച്ചർ ഒരാഴ്ചയ്ക്കുള്ളിലെത്തും. എക്സ് പ്രീമിയം പ്ലസ് വരിക്കാർക്ക് ഇന്നു മുതൽ ഗ്രോക്ക് 3 ലഭ്യമാകും. ഇതിനു പുറമെ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം ആവശ്യമുള്ളവർക്കായി സൂപ്പർ ഗ്രോക്ക് എന്ന വരിസംഖ്യാ പദ്ധതിയുമുണ്ട്. ഗ്രോക്ക് ആപ്പിലും grok.comലും ഇത് ലഭ്യമാകും. XAIയുടെ കൊളാസസ് സൂപ്പർ കമ്പ്യൂട്ടറാണ് ഗ്രോക്ക് 3യെ പ്രവർത്തിപ്പിക്കുന്നത്. XAIയിൽ ഒരു AI ഗെയിമിംഗ് സ്റ്റുഡിയോ ആരംഭിക്കുമെന്നും എലോൺ മസ്ക് പറഞ്ഞു. ഗ്രോക്ക് 3യേക്കാൾ മികച്ച മോഡൽ ഉണ്ടാക്കുന്നത് സമയമെടുക്കുന്ന പ്രക്രിയയാണെന്നും ഇത് തങ്ങൾ അവസാനമായി നിർമ്മിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ക്ലസ്റ്റർ ആയിരിക്കുമെന്നും മസ്ക് വ്യക്തമാക്കി. അടുത്ത ക്ലസ്റ്ററിന്റെ ജോലി ആരംഭിച്ചു കഴിഞ്ഞെന്നും അത് 5 മടങ്ങ് ശക്തമായിരിക്കുമെന്നും മസ്ക് പറഞ്ഞു. റിസർച്ച് ഡെസ്ക് 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഖത്തറും. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണ്. വിനീത VG വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് വിനീത, സംയുക്ത പ്രസ്താവനയുടെ സമയമാണ് എന്നാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതൊക്കെ പ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇന്ത്യയും ഖത്തറും? വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഈ നയതന്ത്ര കൂടിക്കാഴ്ചയും ചർച്ചകളും. തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സംയുക്ത വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇപ്പോൾ ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൈദരാബാദ് ഹൗസിലാണ് കൂടിക്കാഴ്ച. രാവിലെ വിപുലമായിട്ടുള്ളൊരു സ്വീകരണം ഈ ഖത്തർ അമീറിനായി ഇന്ത്യ ഒരുക്കിയിരുന്നു. രാഷ്ട്രപതി ഭവനിലെത്തിയ അദ്ദേഹത്തിന് ഈ നമ്മളുടെ ഒരു ആചാരപ്രകാരമുള്ള ഒരു സ്വീകരണമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചടങ്ങിന്റെ ഭാഗമായി രാഷ്ട്രപതി ഭവനിലെത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ അതിനുശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും ഖത്തർ അമീർ കൂടിക്കാഴ്ച നടത്തി. രാവിലെ ചില കരാറുകളിൽ ഇന്ത്യയും ഖത്തറും തമ്മിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം വാണിജ്യ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 കരാറുകളിലാണ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതൽ നടപടിക്രമങ്ങൾ, ഒപ്പം തന്നെ മറ്റ് മേഖലകളിലേക്കുള്ള ഇന്ത്യയും ഒപ്പം തന്നെ ഖത്തറും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള ഉടമ്പടികളൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നിർമ്മലാ സീതാരാമനും ഈ ഹൈദരാബാദ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. ടാക്സ് സംബന്ധിച്ചുകൊണ്ടുള്ള മറ്റ് കരാറുകളിലേക്കൊക്കെ തന്നെ ഇന്ന് ചില നിർണായക നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഖത്തർ അമീർ ഇന്നലെ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പ്രോട്ടോകോളുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഒപ്പം തന്നെ ഇന്ന് നിർണായകമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. വിപുലമായിട്ടുള്ള ഒരു ഹൃദ്യമായിട്ടുള്ള ഒരു സ്വീകരണം തന്നെയാണ് അദ്ദേഹത്തിനായി ഇന്ത്യ ഒരുക്കിയിരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അത്രമേൽ ഒരു സൗഹൃദം പങ്കിടുന്നുണ്ട് ഖത്തറുമായി. പ്രധാനമന്ത്രിയുടെ ഖത്തർ സന്ദർശന വേളയിലൊക്കെ തന്നെ നാം അത് കണ്ടതാണ്. ഖത്തറിൽ പ്രധാനമന്ത്രിക്ക് പ്രത്യേക ബഹുമതിയൊക്കെ നൽകി ഹൃദ്യമായ സ്വീകരണമൊക്കെയാണ് അദ്ദേഹത്തിനും അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഇന്ത്യയിലേക്ക് സ്വാഗതം എന്നാണ് ഈ ഖത്തർ അമീറിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വാണിജ്യം, വികസനം, സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെയുള്ള ബന്ധം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആ ഉടമ്പടികൾ കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള നടപടികൾ അല്പം വൈകാതെ തന്നെ ഉണ്ടായേക്കും. അത് സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം സംയുക്ത പ്രസ്താവന, ഇന്ത്യ ഖത്തർ സംയുക്ത പ്രസ്താവനയുണ്ടാകും. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അൽ അഹമ്മദ്
ബിൽ അഹമ്മദ് അൽത്താനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. നിർണായക കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ഡൊണാൾഡ് ട്രംപിന്റെ ഗസ പദ്ധതിക്ക് ബദലിന് രൂപം നൽകാൻ വ്യാഴാഴ്ച റിയാദിൽ നടക്കാനിരുന്ന അറബ് ഉച്ചകോടി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ഉച്ചകോടിയിൽ നിന്നും തങ്ങളെ ഒഴിവാക്കിയതിലുള്ള അതൃപ്തി ഒരു അറബ് രാജ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഉച്ചകോടി വിപുലീകരിച്ച് നടത്താൻ തീരുമാനിച്ചത്. UAE, ബഹ്റിൻ, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ എന്നീ 6 ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളും ഈജിപ്തും ജോർദാനും ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കി. ഗസയിലെ 20 ലക്ഷം പേരെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് ഗസ ഏറ്റെടുക്കാനുള്ള ട്രംപ് പദ്ധതി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് അറബ് രാഷ്ട്രങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അറബ് രാഷ്ട്രങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് അമേരിക്ക പരിഗണന നൽകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ചാലക്കുടി അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ നാളെ മയക്കുവെടി വയ്ക്കും. കോടനാട് അഭയാരണ്യത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച കൂട്ടിലാകും ആനയെ പാർപ്പിച്ച് ചികിത്സ നൽകുക. ആനയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ് എന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. മസ്തകത്തിൽ മുറിവേറ്റ ആനയെ നിലവിലെ ആരോഗ്യസ്ഥിതിയിൽ വെടിവെക്കുന്നത് ദുഷ്കരമെങ്കിലും ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ദൗത്യവുമായി മുന്നോട്ടു പോകാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. കോടനാട് അഭയാരണ്യത്തിൽ ആനയ്ക്ക് കൂട് സജ്ജമായതോടെ നാളെ മയക്കുവെടിവെക്കാനാണ് തീരുമാനം. ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം ആനയെ നിരീക്ഷിച്ചു. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ടൈം നമ്മളൊരു സിംഗിൾ അറ്റംപ്റ്റ് നമ്മൾ നോക്കി, പക്ഷെ അത് ഫലം കണ്ടില്ല. ആദ്യം നല്ലൊരു ഹീലിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നു, വീണ്ടും അത് വേഴ്സ്റ്റ് ടൈം. അപ്പം പറഞ്ഞാൽ അപ്പോൾ പഴുപ്പ് കയറി കഴിഞ്ഞാൽ ചെറിയ സെപ്റ്റിസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ അത് വരും. അത് പിന്നെ തലച്ചോറിനെയൊക്കെ ബാധിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടില്ല ഇപ്പം. പക്ഷെ മുറിവ് വളരെ മാരകമാണ്. കൂടിന്റെ അടക്കം ബലപരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ആനയെ കോടനാട്ടേക്ക് എത്തിക്കുക. നാളെ രാവിലെ 7 മണിക്ക് ആനയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിക്കാനാണ് തീരുമാനം. വെറ്റിലപ്പാറ മലയാറ്റൂർ പ്ലാന്റേഷൻ റോഡിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നതും പരിഗണനയിലാണ്. 24 തൃശൂർ. പത്തനംതിട്ട പെരുന്നാട് ജിതിൻ കൊലക്കേസ് രാഷ്ട്രീയ കൊലപാതകമാണെന്ന നിലപാട് ആവർത്തിച്ച് CPIM. പ്രതികളെല്ലാം RSSുകാരായ കൊടും ക്രിമിനലുകളാണെന്ന് ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറഞ്ഞു. പാട്ടകുലുക്കി രക്തസാക്ഷി ഫണ്ട് പിരിക്കാനുള്ള CPM ശ്രമം പൊളിഞ്ഞു എന്നാണ് BJP നേതൃത്വം തിരിച്ചടിച്ചത്. കൊല്ലപ്പെട്ട ജിതിന്റെ സംസ്കാരം നാളെ നടക്കും. CI2 നേതാവ് ജിതിൻ വധക്കേസിൽ പത്തനംതിട്ടയിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. പ്രതിപട്ടികയിലെ ചിലരുടെ CPIM DYFI ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് BJPയുടെ പ്രചാരണം. പക്ഷേ നിലപാടിൽ മാറ്റം വരുത്താൻ CPM ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം തയ്യാറായില്ല. ജിതിനെ RSS പശ്ചാത്തലമുള്ള ക്രിമിനലുകൾ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്നും രാഷ്ട്രീയ കൊലപാതകമാണെന്നും CPIM ജില്ലാ സെക്രട്ടറി. ഇതിനകത്ത് പ്രതികളായിട്ടുള്ള 2 ചെറുപ്പക്കാർ അവർ നേരത്തെ RSS പ്രവർത്തകരായിരുന്നു. 2022 എന്ന് വെച്ചാൽ 3 വർഷം മുമ്പ് അവർ കുറച്ചു കാലം DYFIയിൽ വന്നു. അവിടുത്തെ യൂണിറ്റ് ഭാരവാഹികളായിട്ടാണ് അവരെ 2 പേരെയും അന്ന് വെച്ചത്. അവർ വന്ന് കഷ്ടിച്ച് 2-3 മാസം DYFIയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവർ അവിടുത്തെ ഈ മയക്കുമരുന്ന് മാഫിയ പ്രവർത്തനങ്ങൾ, അവിടുത്തെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അത് കൈവിടാൻ അവർ തയ്യാറായില്ല. ഞങ്ങൾ അന്ന് തന്നെ പിന്നീട് അവരെ പരിപാടിക്ക് വിളിച്ചിട്ടില്ല. അവർ വീണ്ടും RSSലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. കൊലപാതകം RSSന്റെ തലയിലിട്ട് രക്തസാക്ഷി ഫണ്ട് പിരിക്കാനുള്ള CPIM ശ്രമം പൊളിഞ്ഞുവെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജ്. ഈ CPM നേതാക്കന്മാർ തന്നെ വേറൊരു CPMകാരനെ കൊലപ്പെടുത്തിയിട്ട് ഇതെല്ലാം BJP ആണെന്നുള്ള കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ആ കള്ളനാടകം പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ചിട്ട് അതിനുവേണ്ടി പാട്ട് കുലുക്കാമെന്നുള്ള വ്യാമോഹമായിരുന്നു CPMനുണ്ടായിരുന്നത്. കൊലപാതകത്തിന്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. മുഴുവൻ പ്രതികളെയും ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്തു. ആവശ്യമെങ്കിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. 24 പത്തനംതിട്ട. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം ശക്തമാക്കുന്നു. വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഴുവൻ ആശാവർക്കർമാരും പങ്കെടുക്കുന്ന മഹാസംഗമം സംഘടിപ്പിക്കും. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ആശാവർക്കർമാരുടെ സംഘടന മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി.
വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ സംഘടിപ്പിക്കുന്ന സമരം 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും സർക്കാർ പരിഗണിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമം സംഘടിപ്പിക്കാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം. കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും പ്രതിഷേധ സമരത്തിന്റെ ഭാഗമാകും. സമരത്തിനെത്തുന്നവർ തിരിച്ചു പോകില്ലെന്ന് ആശാവർക്കർമാരുടെ മുന്നറിയിപ്പ്. ശക്തമായി തുടരുമെന്നുള്ളത് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് 10ാം തീയതി ഇവിടെ വന്നത്. 10ാം തീയതി മുതൽ നമ്മൾ സമരം ആരംഭിച്ചത്. എന്തായാലും 20ാം തീയതി കേരളത്തിലെ പരമാവധി ആശമാർ ഇവിടെ വരാനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. 20ാം തീയതി വന്നു കഴിഞ്ഞാൽ ആശമാർ തിരിച്ചു പോകില്ല, ഇവിടെ തന്നെ ഇരിക്കും. വിഷയത്തിൽ ഇടപെടണമെന്ന് കാണിച്ച് ആശാവർക്കർമാരുടെ സംഘടന മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ആരോഗ്യവകുപ്പ് പ്രശ്നം പരിഗണിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. അതേസമയം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ ആകില്ലെന്ന നിലപാടിലാണ് ആരോഗ്യമന്ത്രി. പ്രതിഷേധം കടുക്കുമ്പോഴും ആരോഗ്യമന്ത്രി മൗനം തുടരുകയാണ്. സമരക്കാർക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു. സമരത്തിന് വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ പ്രത്യക്ഷ പിന്തുണ നൽകിയേക്കും. 24 തിരുവനന്തപുരം. ആശാവർക്കർമാരുടെ സമരത്തെ ആർക്കും അവഗണിക്കാനാകില്ല എന്ന് യാക്കോബയ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂഡലോസ്. കോവിഡ് വന്നപ്പോൾ ഓടി നടന്നത് ആശാവർക്കർമാരാണ്. ആരോഗ്യരംഗത്ത് കേരളത്തിന്റെ കാലാൾപ്പടയാണ് ആശാവർക്കർമാർ. ഇന്ന് വരെ അവരെ പാടെ അവഗണിക്കുകയായിരുന്നുവെന്നും ഗീവർഗീസ് മാർ കൂഡലോസ് പറഞ്ഞു. ഇവരെ കാലാൾപ്പട എന്ന് വിളിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മൈലുകൾ താണ്ടി നടന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും നമ്മുടെ ക്ഷേമം അന്വേഷിക്കുകയും നമ്മുടെ വിവരങ്ങളൊക്കെ സർക്കാരിലേക്ക് കൊടുക്കുകയും ചെയ്ത ഒരു വലിയ ശ്രേഷ്ഠമായ പുണ്യപ്രവൃത്തി ചെയ്ത ഒരു സമൂഹത്തെയാണ് നമ്മൾ അവഗണിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ, എല്ലാ രംഗത്തും 1ാം സ്ഥാനം എന്ന് അഭിമാനിക്കുന്ന, പ്രത്യേകിച്ച് ആരോഗ്യരംഗത്ത് 1ാം സ്ഥാനം എന്ന് അഭിമാനിക്കുന്ന നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് 1ാം സ്ഥാനത്താണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ഒത്തിരി പുറകോട്ട് പോയി എന്നാണ് എന്റെ പക്ഷം. പക്ഷെ എന്നെങ്കിലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ അടിത്തട്ടിന്റെ ബലത്തിലാണെന്നുള്ള കാര്യം ആരും മറക്കരുത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. എലപ്പുള്ളി മദ്യനിർമ്മാണശാല വിഷയത്തിൽ എക്സൈസ് മന്ത്രി MP രാജേഷിനെ 24-ലൂടെ തത്സമയ സംവാദത്തിന് വെല്ലുവിളിച്ച് പാലക്കാട് MP VK ശ്രീകണ്ഠൻ. പ്രതിപക്ഷ നേതാവിനെ പരസ്യ സംവാദത്തിന് കഴിഞ്ഞ ദിവസം മന്ത്രി ക്ഷണിച്ചിരുന്നു. മന്ത്രി തയ്യാറെങ്കിൽ സംവാദത്തിന് വേദി ഒരുക്കാമെന്ന് 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ അറിയിച്ചു. മന്ത്രി MP രാജേഷിന്റെ അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണി സന്ദർശനത്തെ വിമർശിച്ച് കോൺഗ്രസും BJPയും രംഗത്തെത്തി. മദ്യനിർമ്മാണ കമ്പനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന മേഖലയിൽ മഴവെള്ള സംഭരണികളില്ലെന്ന VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും വാദങ്ങൾക്ക് മറുപടി നൽകാനാണ് മന്ത്രി MP രാജേഷ് ഇന്നലെ കഞ്ചിക്കോട്ടെ അഹല്യ ക്യാമ്പസിലെത്തിയത്. പിന്നാലെ വിവാദം. സന്ദർശനത്തിന്റെ ചുവടുപിടിച്ച് മന്ത്രിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത്. MP രാജേഷ് മഴവെള്ള സംഭരണി കണ്ടത് അന്ധൻ ആനയെ കണ്ട പോലെയെന്നും സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ന്യായീകരണം നടത്തുന്നത് അപമാനകരമെന്നും VK ശ്രീകണ്ഠൻ MP തുറന്നടിച്ചു. ഒരു മദ്യ കമ്പനിക്ക് വേണ്ടി വാദമുഖങ്ങൾ നിരത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായി MP രാജേഷ് മാറിയിരിക്കുകയാണ്. അന്ധനായ ഒരാൾ ആനയെ കണ്ടതുപോലെയാണ്. യഥാർത്ഥത്തിൽ ഒയാസിസ് കമ്പനിയുടെ CEO ആയിട്ട് അധപ്പതിച്ചിരിക്കുകയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. മദ്യനിർമ്മാണശാല വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ പരസ്യ സംവാദത്തിന് ക്ഷണിച്ച MP രാജേഷിനെ VK ശ്രീകണ്ഠൻ തിരുത്തി. സ്ഥലം MP-യായ തന്നോടാണ് സംവദിക്കേണ്ടതെന്നും 24-ലൂടെ തത്സമയ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്നും VK ശ്രീകണ്ഠൻ. MP രാജേഷിനെ വെല്ലുവിളിക്കുകയാണ്. ഏതർത്ഥത്തിലുള്ള പരസ്യ വിവാദത്തിനും ഞാൻ തയ്യാറാണ് രാജേഷുമായിട്ട്. 24-ലൂടെ ഒരു ചർച്ച വെച്ചാൽ താങ്കൾ പങ്കെടുക്കും? 100% പങ്കെടുക്കും. മന്ത്രി MP രാജേഷിനെതിരെ BJPയും രംഗത്തെത്തി. മദ്യക്കമ്പനി പോലും നിരത്താത്ത ന്യായങ്ങളാണ് മന്ത്രി പറയുന്നതെന്ന് C കൃഷ്ണകുമാർ. ശ്രീ VS അച്യുതാനന്ദന്റെ ആരോഗ്യം പഴയ നിലയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ശ്രീ MP രാജേഷിനെ അദ്ദേഹം ചാട്ടവാറ കൊണ്ട് അടിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 24 പാലക്കാട്. മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് മന്ത്രി MP രാജേഷിന്റെ അഹല്യ ക്യാമ്പസ് സന്ദർശനത്തിൽ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വിധി പിണറായി വിജയനും വരും. അഴിമതിയും ദുരൂഹ ഇടപാടുകളുമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ദില്ലിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ ഗതി പിണറായി വിജയനും വരും, ഒരു സംശയം വേണ്ട. ഈ തരത്തിലുള്ള അഴിമതിയും ഷേഡി ഡീലുകളുമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ വലിയ തോതിലുള്ള അഴിമതിയാണ് ഈ മേഖലയിലെല്ലാം നടത്തുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടുത്തെ പ്രതിപക്ഷം ഒന്നിനും കൊള്ളാത്ത ഒരു പ്രതിപക്ഷമായതുകൊണ്ട് എല്ലാ കാര്യത്തിലും അവരെ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത്.
ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് നടത്തുകയാണ്. ചേലോറയിലെ മാലിന്യ സംസ്കരണ കരാർ നടത്തിപ്പിൽ ക്രമക്കേടെന്ന പരാതിയിലാണ് പരിശോധന നടക്കുന്നത്. മാലിന്യ നീക്കത്തിന് കരാറെടുത്ത കമ്പനിക്ക് അനധികൃതമായി പണം നൽകി എന്നായിരുന്നു പരാതി. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സജോ, റെയ്ഡ് ഇപ്പോഴും തുടരുകയാണോ? എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട രേഖകൾ ഈ പരിശോധനയിൽ വിജിലൻസിന് കണ്ടെടുക്കാനായിട്ടുണ്ടോ? വിജയകുമാർ, റെയ്ഡ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷന്റെ ബയോ മൈനിങ് കരാറുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുണ്ട് എന്നതാണ് പരാതി. നേരത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലടക്കം, അതായത് തദ്ദേശ വിഭാഗത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിലടക്കം ക്രമക്കേട് പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് 1.77 കോടി രൂപ അധികമായി കരാർ കമ്പനിക്ക് ലഭ്യമായി. അതായത് ചേലോര ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യ നീക്കം, നിർമ്മാർജ്ജനം എന്നതായിരുന്നു കരാർ. അതിൽ തന്നെ നിർദ്ദേശിക്കപ്പെട്ട അത്രയും മാലിന്യം നീക്കം ചെയ്യാതെ തന്നെ അധിക തുക അനധികൃതമായി കമ്പനി കൈപ്പറ്റി. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടികളിലേക്ക് പോകണമെന്ന ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. അങ്ങനെ വരുമ്പോൾ അഴിമതി നടന്നിട്ടുണ്ട് എന്നതാണ് ആരോപണവും പരാതിയുമായി ഉയർന്നത്. ആ വിഷയത്തിന്മേലാണ് വിജിലൻസിന്റെ കോഴിക്കോട് കണ്ണൂർ യൂണിറ്റുകൾ സംയുക്തമായി പരിശോധന നടത്തുന്നത്. ഫിനാൻഷ്യൽ വിങ്ങും ഈ രേഖകളുടെ വിശദമായ പരിശോധനയിലേക്ക് കടക്കുകയാണ്. നേരത്തെ സോണ്ട കമ്പനിക്കടക്കം കരാർ നൽകാത്തതിന്റെ പേരിലുള്ള ദേഷ്യം സർക്കാർ കണ്ണൂർ കോർപ്പറേഷനോട്, UDF ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനോട് തീർക്കുന്നു എന്നതടക്കമുള്ള മറുപടികളും വിശദീകരണവുമാണ് നേരത്തെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായത്. ഈ വിവാദം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ പക്ഷേ ഇതൊരു പരാതിയായി നിൽക്കുകയും ഇതിൽ ഓഡിറ്റ് റിപ്പോർട്ടിലടക്കം ഇത്തരം ക്രമക്കേട് 1.77 കോടി രൂപയുടെ കരാർ, അതായത് നീക്കം ചെയ്യാത്ത മാലിന്യത്തിനും തുക എഴുതി വാങ്ങിച്ചു, അതിന് രേഖയുണ്ടാക്കി, കൃത്രിമമായി രേഖയുണ്ടാക്കി തുക കൈപ്പറ്റി എന്നതടക്കം പരാതിയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇത്ര വലിയ തുകയുടെ മാറ്റം, ക്രമക്കേടൊക്കെ നടന്നു എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായ പരിശോധനയിലേക്ക്. നേരത്തെ ആദ്യഘട്ടത്തിൽ സോണ്ടയ്ക്കടക്കം കരാർ നൽകണം ബയോ മൈനിങ്ങിന് വേണ്ടി എന്ന സർക്കാർ നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കോർപ്പറേഷൻ തന്നെ പിന്നീട് ആവശ്യപ്പെടുകയും മറ്റ് കരാർ കമ്പനികൾക്ക് നൽകുകയുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യ നീക്കം ആരംഭിച്ചു. പക്ഷേ അതിൽ ഈ പരാതിയിലൊക്കെ ആരോപിക്കുന്ന ഒരു കാര്യം, അവിടെ തന്നെ വേർതിരിച്ച മാലിന്യം അതേ സ്ഥലത്ത്, തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ കുഴിച്ചുമൂടി പിന്നീട് നീക്കം ചെയ്യാത്ത മാലിന്യത്തിനടക്കം തുക കൈപ്പറ്റി. അക്കാര്യത്തിൽ കൃത്യമായ ഓഡിറ്റും തുടർ പരിശോധനകളും ഉണ്ടായില്ല. അങ്ങനെ അഴിമതി നടന്നു എന്നാണ് പരാതിയിലെ ആരോപണമായി നിലനിൽക്കുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിലും വന്ന പശ്ചാത്തലത്തിൽ കൂടി വിശദമായ പരിശോധനയിലേക്ക് വിജിലൻസ് കടന്നിരിക്കുകയാണ്. ചില രേഖകളും മറ്റും ഈ പരിശോധനയുടെ ഭാഗമായി ഇതിനകം വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ വിശദമായ പരിശോധനയും തുടരന്വേഷണവും ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കരുതുന്നത്. ശരി സജോ, ഏതായാലും മാലിന്യ നീക്കത്തിന് കരാറെടുത്ത കമ്പനിക്ക് അനധികൃതമായി പണം നൽകിയെന്ന പരാതിയിലാണ് ഇപ്പോൾ വിജിലൻസ് പരിശോധന നടന്നത്. അവിടെ നിന്ന് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ പരിശോധന അതിന്മേൽ നടക്കും എന്നാണ് ഞങ്ങളുടെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ വിയോജനക്കുറിപ്പ് പുറത്തുവിട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എക്സിക്യൂട്ടീവ് ഇടപെടലുകൾ പാടില്ല, സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ച് ചീഫ് ജസ്റ്റിസിനെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, ഇതിൽ രാഹുലിന്റെ വിയോജനക്കുറിപ്പിന്റെ ചുരുക്കം എന്തൊക്കെയാണ്? ഏതൊക്കെ വിഷയത്തിലാണ് ഇന്നലത്തെ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്? വിജയകുമാർ, ഇന്നലെ വൈകിട്ട് ഇത് സംബന്ധിച്ച യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ചേർന്ന യോഗത്തിൽ തന്നെ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയതാണ്. അതിൽ തന്നെ വിയോജിപ്പ് രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ജ്ഞാനേഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കുന്നത്. പിന്നാലെ തന്നെ കോൺഗ്രസ് വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹം നൽകിയ വിയോജനക്കുറിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എക്സിക്യൂട്ടീവ് ഇടപെടലുകൾ പാടില്ലെന്നാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ച് ചീഫ് ജസ്റ്റിസിനെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി. അംബേദ്കറുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും ആ ഉത്തരവാദിത്തവുമായി താൻ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള വോട്ടർമാരുടെ ആശങ്കകൾ അത് കൂടുതൽ വഷളാക്കുകയാണ് മോദി സർക്കാർ എന്നും കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സുപ്രീം കോടതിയുടെ കേസ്, അത് സുപ്രീം കോടതി നാളെ ഈ കേസ് പരിഗണിക്കാനിരിക്കെ ഈ തിടുക്കപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗം ചേർന്നതും ആ നടപടികളുമായി മുന്നോട്ട് പോകുന്നതും ഒരു ശരിയായിട്ടുള്ള ഒരു നടപടിയല്ലെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ യോഗത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിയോജനക്കുറിപ്പ് കൂടി പുറത്തുവിട്ടിരിക്കുന്നത്. വിജയകുമാർ. ഇക്കാര്യത്തിൽ ഇന്നലത്തെ യോഗത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ വിയോജിപ്പുകൾ അത് ജനങ്ങൾക്ക് ചർച്ചകൾക്ക് വിധേയമാക്കാൻ വേണ്ടി ഇപ്പോൾ രാഹുൽ ഗാന്ധി ഓഫീസ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് വിനീത VG നൽകിയത്. നാളെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചുമതലയേൽക്കും. നാളെ തന്നെ ഇക്കാര്യത്തിലുള്ള ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്.
സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുള്ള ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനത്തിൽ വിശദീകരണവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഒരു ഡേറ്റയിൽ വന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ ലേഖനം എഴുതിയത്. ശരിയായ കണക്കുകൾ വന്നാൽ മാറ്റി പറയാൻ തയ്യാറാണെന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് എന്നും KC വേണുഗോപാൽ വിശദീകരിച്ചു. ലേഖനത്തിൽ വന്ന ഒരു ഡാറ്റയിൽ വന്ന അനുസരിച്ചിട്ടുള്ള അതിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്. അതുകൊണ്ട് അതിന് ശരിയായ കണക്കുകൾ വന്നാൽ ഞാൻ മാറ്റി പറയാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹമായിട്ട് പാർട്ടി സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഇനി ഒരു വിവാദം വേണ്ട, അത് അടഞ്ഞ അധ്യായമാണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ തീരുമാനം. കാനഡയിൽ വിമാനം തകർന്ന് 18 പേർക്ക് പരിക്ക്. ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നിയാണ് അപകടമുണ്ടായത്. 3 പേരുടെ നില ഗുരുതരമാണ്. കാനഡയിലെ ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2:45 അപകടം. അമേരിക്കയിലെ മിനസോട്ടയിൽ നിന്നെത്തിയ ഡെൽറ്റ എയർലൈൻസ് വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ റൺവേയിൽ നിന്ന് തെന്നി തലകീഴായി മറിയുകയായിരുന്നു. 22 കനേഡിയൻ പൗരന്മാർ ഉൾപ്പെടെ 80 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. 18 പേർക്ക് അപകടത്തിൽ പരുക്കേറ്റു. യാത്രക്കാരെ വേഗം വിമാനത്തിൽ നിന്ന് മാറ്റാനായത് അപകടത്തിന്റെ തീവ്രത കുറച്ചു. അപകടത്തെ തുടർന്ന് 26 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഞായറാഴ്ച മുതൽ ടൊറന്റോയിൽ കനത്ത ശീതക്കാറ്റ് വീശാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അപകട സമയത്ത് റൺവേയിൽ കനത്ത കാറ്റോ മഞ്ഞുവീഴ്ചയോ ഉണ്ടായിരുന്നില്ലെന്ന് അഗ്നിശമന മേധാവി ടോഡ് ഐക്കൻ അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചുവെന്ന് കനേഡിയൻ സർക്കാർ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. പ്രതീകാത്മക ഡയാലിസിസ് പ്രതിഷേധവുമായി വൃക്ക രോഗികൾ. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലാണ് പ്രതിഷേധ സമരവുമായി രോഗികൾ എത്തിയത്. മരുന്നും മറ്റ് ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. ഒന്ന് നേരെ നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്നവരാണ് വൃക്ക രോഗികൾ, പ്രത്യേകിച്ച് ഡയാലിസിസ് ചെയ്യുന്നവർ. അവരാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാൻ 1600 രൂപ വരും. ഒരു മാസം 3-4 ഡയാലിസിസുകൾ വേണം. മരുന്നുൾപ്പെടെ 25,000 രൂപയോളം വരും ഇത്. ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ ഇല്ലാത്തതിനാൽ അധിക വില കൊടുത്ത് മരുന്ന് വാങ്ങുന്നവരാണ് മിക്കവരും. ഇത് വലിയ രീതിയിൽ ഇവരുടെ ചികിത്സയെ ബാധിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതി കാര്യക്ഷമമാക്കുക, ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, കാരുണ്യ ഫാർമസിയിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഡയാലിസിസ് രോഗികൾ ഒരു സൗകര്യം കിട്ടാതെ വല്ലാതെ പ്രയാസപ്പെടുക. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വൃക്ക രോഗികളിലെ ഏതാണ്ട് 80% ആളുകളും വളരെ പാവപ്പെട്ട ആളുകളാണ്. വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ട്, നിത്യവൃത്തിക്ക് ഒരു വരുമാനമില്ലാത്ത ആളുകളുണ്ട്. അവരൊക്കെ ഇവിടെ നേരത്തെ സൂചിച്ച പോലെ മാസത്തിൽ 20,000-30,000 രൂപ സംഘടിപ്പിക്കാൻ എന്താ ചെയ്യുക? ആരോടാണ് അവർ പറയുക? ഇപ്പം നിലവിൽ പല സന്നദ്ധ സംഘടനകളുള്ളതുകൊണ്ട് അവർ ഒരു 1000 രൂപ കൊടുക്കുന്ന ആളുണ്ടാവും, 500 രൂപ കൊടുക്കുന്ന ആളുണ്ടാവും. അവരൊക്കെ സഹായം തേടിയിട്ടാണ് ഇവർ വളരെ പ്രയാസപ്പെട്ട് നരകതുല്യ. ശരിക്കും സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ സമരങ്ങളിലേക്ക് കടക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് രോഗികൾ നൽകുന്നത്. 24 കോഴിക്കോട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. വൈദ്യരത്നം ആയുർവേദ ട്രീറ്റ്മെന്റ് സെന്റർ കൊച്ചി പനമ്പള്ളി നഗറിൽ പ്രവർത്തനം തുടങ്ങി. മന്ത്രി P. രാജീവാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ആധികാരികമായ പഞ്ചകർമ്മ ചികിത്സകൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, ഫാർമസി തുടങ്ങിയ സൗകര്യങ്ങൾ ട്രീറ്റ്മെന്റ് സെന്ററിൽ ലഭ്യമാണെന്ന് വൈദ്യരത്നം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അഷ്ടവൈദ്യൻ ഡോക്ടർ E.T. നീലകണ്ഠൻ മൂസ് പറഞ്ഞു. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
തർക്കം മുറുകുന്നതിനിടെ കേരള ഒളിമ്പിക് അസോസിയേഷനെതിരെ കൂടുതൽ രേഖകൾ പുറത്തുവിട്ട് കായിക വകുപ്പ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 1.4 കോടി രൂപ സഹായം നൽകിയെന്നാണ് സർക്കാർ രേഖകൾ. സഹായം ലഭിച്ചിട്ടില്ല എന്ന് ഒളിമ്പിക് അസോസിയേഷൻ ആരോപിക്കുമ്പോഴാണ് കായിക വകുപ്പ് രേഖകൾ പുറത്തുവിട്ട് മറുപടി പറയുന്നത്. ദേശീയ ഗെയിംസിലെ കേരളത്തിന്റെ മോശം പ്രകടനത്തിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാനും കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാറും കൊമ്പ് കോർക്കുന്നതിനിടെയാണ് കായിക വകുപ്പ് പണം നൽകിയതിന്റെ രേഖകൾ പുറത്തുവിട്ടത്. കേരള ഒളിമ്പിക് അസോസിയേഷന് കഴിഞ്ഞ 5 വർഷത്തിനിടെ 1.4 കോടി രൂപ സഹായം നൽകി. 2021-22 വർഷം 62.5 ലക്ഷം രൂപയും ഈ വർഷം 25 ലക്ഷം രൂപയും അനുവദിച്ചു. ഇതിനു പുറമെ ദേശീയ ഗെയിംസ് പരിശീലനത്തിന് മാത്രം 37 ലക്ഷം രൂപ നൽകിയതായും സർക്കാർ രേഖകൾ വ്യക്തമാക്കുന്നു. സഹായം നൽകിയില്ലെന്ന ഒളിമ്പിക് അസോസിയേഷന്റെ വാദം തെറ്റെന്ന് തെളിയിക്കുന്നതാണ് കായിക വകുപ്പിന്റെ രേഖകൾ. അതേസമയം കായിക സംഘടനകളും കായിക വകുപ്പും തമ്മിലുള്ള പോര് വരും ദിവസങ്ങളിലും തുടരാനാണ് സാധ്യത. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.